തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എയ്ത അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറേ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ടു പോയിട്ടുണ്ടാവും. എളുപ്പത്തിൽ ലഭിക്കുന്നത് എന്തും എളുപ്പത്തിൽ തന്നെ നഷ്ടമാകുന്നു. ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കുന്തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നമ്മളെ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കാം, ചിലതൊക്കെ മറക്കാം. പക്ഷെ ചിലതൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത്. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരെ ബഹുമാനിക്കുക. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിലും അവരെ ബഹുമാനിക്കുക. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെയല്ല, നിങ്ങളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ 3 തരം ആളുകളെ ഒരിക്കലും മറക്കരുത്. 1. നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ സഹായിച്ചവർ. 2. നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിച്ചവർ. 3. നിങ്ങളെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആരാണ് തള്ളിക്കളഞ്ഞത്. ഒരു വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലാണെങ്കിൽ ആഴത്തിലുള്ളതും സംസാരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ തുടങ്ങും. ഒരു വ്യക്തി തന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് സമ്മർദ്ദവും വിഷാദവും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. ഉപ്പുപോലെയാണ് വാക്കുകൾ. പാകത്തിനേ ഉപയോഗിക്കാവൂ. അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും. വേവലാതി ഒരു സമയം പാഴാക്കലാണ്. അത് ഒന്നിനെയും മാറ്റില്ല. നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുകയും ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളെ വളരെ തിരക്കിലാക്കി മാറ്റുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ സൂര്യനെ പോലെയാണ്. അസ്തമിച്ചാൽ ജീവിതം ഇരുട്ടിലാകുന്നു. ജീവിതത്തിൽ 2 കാര്യങ്ങൾ പഠിക്കുക. ആദ്യത്തേത് നിശബ്ദത പാലിക്കുക. രണ്ടാമത്തേത് ക്ഷമിക്കുക. കാരണം നിശബ്ദതയേക്കാൾ വലിയ ഉത്തരമില്ല. ക്ഷമിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയുമില്ല. എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം, എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. ഒരു മനുഷ്യന് സമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം അവൻ്റെ ബഹുമാനമല്ല, അത് അവൻ്റെ സമ്പത്തിൻ്റെ ബഹുമാനമാണ്. ഒരു അവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യം അറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. എല്ലാവരും കാണാൻ വേണ്ടി കരയുന്ന ബാല്യം, ആരും കാണാതെ കരയുന്ന യൗവനം, കരയുന്നത് കണ്ടാലും തിരിഞ്ഞു നോക്കാത്ത വാർദ്ധക്യം, അതാണ് ജീവിതം. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. അതൊരു വല്ലാത്തൊരു വേദനയാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത്. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും നല്ലതാക്കി മാറ്റാനാണ് നാം ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ വേറെയില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാവുക. എന്നാൽ അത്തരം വ്യക്തികളെ വീണ്ടും വിശ്വസിക്കുന്ന മണ്ടനാകരുത്. നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ആണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത്.
കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠങ്ങളാണ്, ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ.